Hi students, welcome to another class of microprocessors and interfacing. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മിനിമം മോഡും മാക്സിമം മോഡിനെ കുറിച്ചാണ്. മിനിമം മോഡ് എന്താണ്, മാക്സിമം മോഡ് എന്താണ്, അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാംസ്, ബ്ലോക്കിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്, പിന്നെ മൈക്രോപ്രൊസസ്സർ റിലേറ്റഡ് ആയിട്ട് കുറച്ച് ചെറിയ ചെറിയ ടേംസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ. ഇതാണ് ഏകദേശം ലാസ്റ്റ്, ഈ മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണിത്. ഓക്കെ, ഇനി മിനിമം മോഡ് എന്താണെന്നുള്ളത് നമ്മൾ പിൻ ഡയഗ്രാം പറഞ്ഞപ്പോൾ, ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ പിൻ ഡയഗ്രാം പറഞ്ഞപ്പോൾ മിനിമം മോഡ് എന്താണ്, മാക്സിമം മോഡ് എന്താണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മിനിമം മോഡ് എന്താണ്? മിനിമം മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8086 മൈക്രോ പ്രൊസസ്സർ സിംഗിൾ മൈക്രോ പ്രൊസസ്സറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് മിനിമം മോഡ് എന്ന് പറയും. അതായത് അത് മാത്രമേ ഉള്ളൂ, വേറെ മൈക്രോ പ്രൊസസ്സേഴ്സ് ഒന്നും അതിൻ്റെ കൂടെ ഇല്ല, ഒരു മൈക്രോ പ്രൊസസ്സർ മാത്രമാണ് ഉള്ളത്. ദർ വിൽ ബി ഓൺലി വൺ പ്രോസസ്സർ, ഒരു മൈക്രോ പ്രൊസസ്സർ മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് എല്ലാ പ്രോസസ്സും ആക്ടിവിറ്റീസും ചെയ്യുന്നത്. അതിനെയാണ് മിനിമം മോഡ് എന്ന് പറയുന്നത്. മാക്സിമം മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8086 മൈക്രോ പ്രൊസസ്സർ അല്ലാതെ വേറെയും 8086കളും അല്ലെങ്കിൽ വേറെ എന്താ പറയുക, ഹെൽപ്പ് ചെയ്യാനുള്ള കുറച്ച് മൈക്രോ പ്രൊസസ്സേഴ്സ്, ഈ മെയിനായിട്ട് ഒരു മൈക്രോ പ്രൊസസ്സർ ഉണ്ടാവും, 8086 ഉണ്ടാവും. അതിൻ്റെ കൂടെ സബ്ബായിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വേറെ 8086കളോ അല്ലെങ്കിൽ പ്രോസസ്സേഴ്സോ ഉണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ പ്രോസസ്സേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ആണ് നമ്മൾ മാക്സിമം മോഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ മാക്സിമം മോഡിൽ 8086ന് കൂടുതൽ വർക്ക് വരുമ്പോൾ 8086 ബാക്കി പ്രോസസ്സറുകൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഇത് മിനിമം മോഡിലാണെങ്കിൽ എന്താണ്, 8086 തന്നെയാണ് എല്ലാ പ്രോഗ്രാമും എല്ലാ എക്സിക്യൂഷൻസും എല്ലാം ചെയ്യുന്നത്. ഓക്കെ, ഇനി മിനിമം മോഡിൽ സാധാരണ ഒരു 8086 ഒരു സിംഗിൾ പ്രോസസ്സർ മാത്രം ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ബ്ലോക്കാണ് ഈ കാണിക്കുന്നത്. അതിന് വേണ്ട അതിന് വേണ്ട സിഗ്നൽസ് എല്ലാം എവിടെ നിന്ന് കിട്ടുന്നു? നമുക്കറിയാം 8086ന് ഒരു ക്ലോക്ക് വേണം. നമ്മൾ പിൻ ഡയഗ്രത്തിലൊക്കെ കണ്ടിരുന്നു ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ക്ലോക്ക് ജനറേറ്റ് ചെയ്യുന്നത് 8284 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു IC ആണ്. 8284 എന്ന് പറയുന്നത് ക്ലോക്ക് ജനറേറ്ററാണ്. അതാണ് ഒരു ക്ലോക്ക് നമുക്ക് ആവശ്യമുള്ള ഫ്രീക്വൻസിയിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, ക്ലോക്ക് ജനറേറ്റർ തന്നെയാണ് റെഡി എന്ന് പറയുന്ന സിഗ്നലും റീസെറ്റ് എന്ന് പറയുന്ന സിഗ്നലും 8086ന് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ക്ലോക്ക് ജനറേറ്ററിന് 3 സിഗ്നൽസ് പോകുന്നുണ്ട്: ക്ലോക്ക്, റീസെറ്റ്, റെഡി. ഇനി അതെല്ലാം 8086ന് വർക്കിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നതാണ്, സിഗ്നൽസാണ് പോകുന്നത്. ഇനി റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം 8282 എന്ന് പറഞ്ഞിട്ട് അഡ്രസ് ലാച്ച് ഉണ്ട്. അഡ്രസ് ലാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 8086ന് അഡ്രസ് ലാച്ച് എനേബിൾ എന്ന് പറഞ്ഞിട്ടൊരു പിന്നുണ്ട് അല്ലേ. അഡ്രസ് ലാച്ച് എനേബിൾ എന്ന് പറഞ്ഞ പിന്ന് ഈ അഡ്രസ് ലാച്ചിലേക്കാണ് കൊടുക്കുന്നത്. ലാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, ഫ്ലിപ്പ് ഫ്ലോപ്സ് ഒക്കെ ലാച്ചസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഡിജിറ്റൽ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ 3 ലാച്ചാണ് യൂസ് ചെയ്യുന്നത്. 3 ലാച്ചസ് ആർ യൂസ്ഡ്. ഓക്കെ, ALE എന്ന് പറയുന്നതിന് 1 എന്ന് പറഞ്ഞ സിഗ്നലാണ് കൊടുക്കുന്നത്. ആ 1 ആണ് ഈ ലാച്ചിനെ എനേബിൾ ചെയ്യിക്കുന്നത്. ഓക്കെ, ഇനി മിനിമം മോഡിലുള്ള കുറച്ച് പിൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഒരു 8 പിന്ന്, 24 തുടങ്ങി 31 വരെയുള്ള പിന്ന്, INTA ബാർ, ഇൻട്രപ്റ്റ് എനേബിൾ അല്ല ഇൻട്രപ്റ്റ് അക്നോളജ്മെൻറ്റ്, ALE, ഡാറ്റ എനേബിൾ, ഡാറ്റ ട്രാൻസ്ഫർ റിസീവർ, മെമ്മറി ഇൻപുട്ട് ഔട്ട്പുട്ട്, റീഡ് ബാർ, HALD, HOLD, ഹോൾഡ് അക്നോളജ്മെൻറ്റ്. അതായത് ഈ 8 പിന്നുകളും നമ്മൾ മിനിമം മോഡിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മിനിമം മോഡ് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് അതിൽ എഴുതേണ്ടത്. ഈ ബ്ലോക്ക് ഡയഗ്രാം 8086 എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലോക്ക് ഉണ്ട്, സൈഡിൽ 8284 എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലോക്ക് ജനറേറ്റർ ഉണ്ട്, 8282 എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്രസ് ലാച്ച് ഉണ്ട്. ഓക്കെ, മാക്സിമം മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിൽ കൂടുതൽ പ്രോസസ്സേഴ്സ് ഉണ്ട്, മൾട്ടി പ്രോസസ്സേഴ്സ് ഉണ്ടെങ്കിൽ അത് മാക്സിമം മോഡിലാണ് വർക്ക് ചെയ്യുക. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് 8086ൽ സെറ്റ് ചെയ്യാൻ പറ്റും. അത് സെറ്റ് ചെയ്യുന്ന പിന്നാണ് MN ബാർ MX ബാർ എന്ന് പറയുന്ന പിന്ന്. MN MX ബാർ എന്ന് പറയുന്നത്. അപ്പോൾ MN MX ബാർ ഗ്രൗണ്ടിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് 0 ആണ് അതിൽ കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മാക്സിമം മോഡിൽ വർക്ക് ചെയ്യും.
ഇതിലും മിനിമം മോഡിലുള്ള പോലെ 8284 എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലോക്ക് ജനറേറ്റർ ഉണ്ട്. ഈ ക്ലോക്ക് ജനറേറ്ററാണ് ക്ലോക്ക് റീസെറ്റ് റെഡി എന്ന് പറഞ്ഞിട്ടുള്ള സിഗ്നൽസ് കൊടുക്കുന്നത് 8086-ന്. ഇനി ഒരു അഡ്രസ് ലാച്ച് ഉണ്ട്, 8282 എന്ന് പറഞ്ഞിട്ട് അഡ്രസ് ലാച്ച് ഉണ്ട്. ഒരു അഡ്രസ് ലാച്ച് അല്ല, 3 അഡ്രസ് ലാച്ച് ഉണ്ട്. ഓക്കെ, 8282 × 3 എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ ആ ബ്ലോക്കിൽ. അപ്പോൾ 3 അഡ്രസ് ലാച്ച് ഉണ്ട്. അതല്ലാതെ മാക്സിമം മോഡിൽ വരുന്ന വേറൊരു പ്രോസസ്സറാണ് വേറൊരു ഐ സിയാണ് 8288. 8288 എന്ന് പറഞ്ഞാൽ ബസ് കൺട്രോളറാണ്. ബസ് കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8086 മാത്രമല്ല വർക്ക് ചെയ്യുന്നത്, വേറെയും പ്രോസസ്സേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബസ്സുകൾ ഷെയർ ചെയ്യും. അപ്പോൾ പല പ്രോസസ്സേഴ്സിനുള്ള സിഗ്നൽസ് കൊടുക്കുന്നത് ഈ ബസ് കൺട്രോളറാണ്. ഓക്കെ, കൺട്രോൾ സിഗ്നൽസ് ഫോർ അതർ ചിപ്സ് വിൽ ബി ഗിവൺ ബൈ ദിസ്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന സിഗ്നൽസാണ് ബാക്കിയുള്ള. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പഠിച്ച് S0, S1, S2 എന്ന് പറയുന്ന 3 പിന്നുണ്ട് മാക്സിമം മോഡിൽ. ആ 3 പിന്നിൻ്റെയും വാല്യൂ അനുസരിച്ച് ഓരോന്ന് സെറ്റാവും. ഓക്കെ, ഇതിൽ 24 തുടങ്ങി 31 വരെയുള്ള പിന്ന് QS1, QS0, S0, S1, S2, ലോക്ക്, റിക്വസ്റ്റ് ഗ്രാൻഡ് 1, റിക്വസ്റ്റ് ഗ്രാൻഡ് 0, അങ്ങനെ 8 പിന്നുകളുള്ളത്. 8 പിന്നിൻ്റെ ഫങ്ഷൻസ് ഇതൊക്കെയാണ്. ഓക്കെ, ഇതാണ് മിനിമം മോഡ്, മാക്സിമം മോഡ്. ഇനി അത് തമ്മിലുള്ള ഡിഫറൻസ്, നമുക്കിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ മിനിമം ആൻഡ് മാക്സിമം മോഡ്സ് നോക്കാം. മിനിമം മോഡിൽ ഓൺലി 1 പ്രോസസ്സർ, മാക്സിമം മോഡിൽ ഹാവിങ് മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ്. മിനിമം മോഡിൽ പിന്ന് 1-ലാണ് സെറ്റ് ചെയ്യുന്നത്, അതായത് VCC ആണ് കൊടുക്കുന്നത്. മാക്സിമം മോഡിൽ ആ പിന്ന് 0 ആണ്. ഇനി ALE, DT-R, M-IO, RD, WR, INTA ഇത്രയും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് 8086 തന്നെയാണ്. പക്ഷേ മാക്സിമം മോഡിലാണെങ്കിൽ ആ പിന്നുകൾ, ആ സിഗ്നൽസ് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് 8288 എന്ന് പറഞ്ഞിട്ടുള്ള ബസ് കൺട്രോളറാണ്. ഓക്കെ, ഇനി മിനിമം മോഡിൽ നമുക്കറിയാം ഒരു പ്രോസസ്സറേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ സർക്യൂട്ട് സിമ്പിളായിരിക്കും. മാക്സിമം മോഡിൻ്റെ സർക്യൂട്ട് കോംപ്ലക്സ് ആണ്. മിനിമം മോഡിൻ്റെ പെർഫോമൻസ് ലോ ആയിരിക്കും, കാരണം ഒരു പ്രോസസ്സർ തന്നെയാണ് എല്ലാ വർക്കുകളും ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ പെർഫോമൻസ് കുറവായിരിക്കും. മാക്സിമം മോഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8086 മെയിൻ പ്രോസസ്സർ അല്ലെങ്കിൽ മാസ്റ്റർ സ്ലേവ് എന്ന് പറയാം. മാസ്റ്റർ ആയിട്ട് നിൽക്കുന്ന 8086 സ്ലേവ്, അതായത് വേറെ പ്രോസസ്സേഴ്സിനോട് വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് പെർഫോമൻസ് കൂടുന്നു. മിനിമം മോഡിൽ 24 തുടങ്ങി 31 വരെയുള്ള പിന്നുകൾ യൂസ് ചെയ്യുന്നത് INTA, ALE, DEN, DT-R, M-IO, WR, HILD, HOLD എന്ന് പറയുന്ന ഫങ്ഷൻസിന് വേണ്ടിയിട്ടാണ്. പക്ഷേ മാക്സിമം മോഡിൽ ഈ പിന്നെ 24 തുടങ്ങി 31 വരെ യൂസ് ചെയ്യുന്നത് QS1, QS0, S0, S1, S2 സ്റ്റാറ്റസുകൾ, ലോക്ക്, RQ-GT1, RQ-GT0 ഇത്രയും പിന്നുകളായിട്ടാണ് അതിൽ യൂസ് ചെയ്യുന്നത്. ഇതാണ് മിനിമം മാക്സിമം മോഡ്. ഓക്കെ, അടുത്തത് ഇൻട്രപ്റ്റ്സ് ഇൻ 8086. ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെമ്പററി ഹോൾട്ട് കൊടുക്കുക. ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് സ്റ്റോപ്പ് ആക്കുന്നതിനെയാണ് ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് അതിൻ്റെ അർത്ഥം കൊണ്ട് തന്നെ അറിയാം, ബ്രേക്ക് ദ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ. അല്ലെങ്കിൽ നമുക്ക് ഒരു ഡിസ്റ്റർബൻസ് വരുന്നു. ഇപ്പോൾ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പെട്ടെന്ന് കയറി വരുന്ന ഒരു കാര്യത്തിന്, അപ്പോൾ നമ്മളവിടെ ക്ലാസ് അവിടെ ബ്രേക്ക് ആയിപ്പോയി അല്ലേ, അതാണ് ഇൻട്രപ്റ്റ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളുടെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ക്ലാസ്സിൽ ഇൻട്രപ്റ്റ് ആവുകയുള്ളൂ അല്ലേ. അതേപോലെ തന്നെ ഇൻട്രപ്റ്റിൻ്റെ കാര്യത്തിലും അങ്ങനെയുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അതായത് എമർജൻസി സിറ്റുവേഷന് മാത്രം യൂസ് ചെയ്യുന്ന ഇൻട്രപ്റ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ റൂട്ടീനായിട്ട് വരുന്ന ഇൻട്രപ്റ്റ്സ് ഉണ്ട്. ഓക്കെ, ഇനി ഇൻട്രപ്റ്റ് വരുമ്പോൾ എന്താണ് മൈക്രോ പ്രോസസ്സർ ചെയ്യുന്നത്? ഒരു ഇൻട്രപ്റ്റ് വരുന്നു, ഇൻട്രപ്റ്റിനെ അക്നോളജ് ചെയ്യുന്നു മൈക്രോ പ്രോസസ്സർ. ഓക്കെ, ഞാനിത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അക്നോളജ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിനെ നിർത്തിയിട്ട് അതിന്ന് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമിലേക്ക് പോകും. ഓക്കെ, നോർമൽ സീക്വൻസിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഇൻട്രപ്റ്റ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺട്രോൾ കൊടുത്തിട്ട് അത് തിരിച്ച് ആ പ്രോഗ്രാമിൽ എവിടെയാണോ നിന്നത് അവിടേക്ക് എത്തുന്നു. ഓക്കെ, ഇതാണ് ഒരു ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് നമ്മളൊരു യൂണിറ്റ് ഫുള്ളായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ യൂണിറ്റിൽ ഇൻട്രപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നെ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. ഇൻട്രപ്റ്റ്സിൻ്റെ ടൈപ്സ് പറയുകയാണെങ്കിൽ 8086-ൽ നമുക്ക് 2 തരം ഇൻട്രപ്റ്റ്സ് ഉണ്ട്. ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്, സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്. ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിഫറൽ ഡിവൈസസ് വഴി
ഒരു സിഗ്നലിന് മൈക്രോ പ്രോസസ്സറിൻ്റെ ഒരു പിന്നിലേക്ക് ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പിന്നുണ്ട് INTR. ആ പിന്നിലേക്ക് നമ്മൾ സിഗ്നലിന് കൊടുക്കുന്നതാണ് ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്. സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം വഴി ഒരു ഇൻട്രപ്റ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ബ്രേക്ക് കൊടുക്കുന്നതിനെയാണ് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് വീണ്ടും 2 തരത്തിലുണ്ട്. മാസ്കബിൾ ഇൻട്രപ്റ്റ്, നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്. ഓക്കെ, മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാസ്ക് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് വേണമെങ്കിൽ അത് മാസ്ക് ചെയ്ത് വെക്കാം. മാസ്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിന് അതായത് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, ആ മൈക്രോ പ്രോസസ്സിന് ഡിസ്റ്റർബ് ചെയ്യേണ്ട ഇൻട്രപ്റ്റ് ഒന്നും ഞാൻ ആക്സെപ്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത് മാസ്കബിൾ. നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ മാസ്ക് ചെയ്യാനോ അതിനും 8086നെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് വന്നാൽ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ 8086ലെ 2 ഇൻട്രപ്റ്റ് പിന്നുകളാണ് NMIയും INTRഉം. NMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് NMI, അത് നോൺ മാസ്കബിളാണ്. INTR എന്ന് പറയുന്ന പിന്നെ മാസ്കബിളാണ്. അത് പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും വന്നാലും തന്നെ നമ്മൾ മാസ്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ പ്രോഗ്രാംസ് അത് എഫക്റ്റ് ചെയ്യില്ല. ഇൻട്രപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രപ്റ്റ് അക്നോളജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പിന്നും കൂടെ ഇൻട്രപ്റ്റ് റിലേറ്റഡ് ആയിട്ടുണ്ട്. ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇൻട്രപ്റ്റ് ഓക്കെ ഞാൻ ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് തിരിച്ചൊരു സിഗ്നൽ ഏതാണോ ഇൻട്രപ്റ്റ് ആവശ്യപ്പെടുന്നത് ആ ഡിവൈസിലേക്ക് വിടുന്നതിനാണ് ഇൻട്രപ്റ്റ് അക്നോളജ് എന്ന് പറയുന്നത്. ഇനി ബേസ്ഡ് ഓൺ ഹൗ ദ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് ഈസ് സെൻസ്ഡ്. നമുക്ക് ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് പറഞ്ഞില്ല, ഒരു സിഗ്നൽ വരികയാണ് ഒരു മൈക്രോ പ്രോസസ്സറിൻ്റെ ആ ഒരു ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പിന്നിലേക്ക് ഏതെങ്കിലും എക്സ്റ്റേണൽ ഡിവൈസസിൽ നിന്ന് ഒരു സിഗ്നൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് വരുന്ന സിഗ്നലിനെ സെൻസ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് എഡ്ജ് ട്രിഗേർഡും ലെവൽ ട്രിഗേർഡ് എന്ന് പറഞ്ഞിട്ട് 2 ടൈപ്പ് ഉണ്ട്. എഡ്ജ് ട്രിഗേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്ജിലാണ്, അതായത് ഇപ്പോൾ ഒരു സിഗ്നൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ എഡ്ജ് റെക്കഗ്നൈസ് ചെയ്തിട്ടാണ് അതിന് ഇൻട്രപ്റ്റിനെ എടുക്കുന്നത്. ഇപ്പോൾ എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ടു ലോ അല്ലെങ്കിൽ ലോ ടു ഹൈ, 0 to 1 പോകുന്ന ആ ഒരു സ്റ്റഡി ലൈനിലെ ക്ലോക്ക് പോലെ. അപ്പോൾ അതിനെയാണ് ആ ഒരു റൈസിങ് എഡ്ജ് അല്ലെങ്കിൽ ഫോളിങ് എഡ്ജിൽ വരുന്നതിനെ റെക്കഗ്നൈസ് ചെയ്താൽ അത് എഡ്ജ് ട്രിഗേർഡ് എന്ന് പറയും. ലെവൽ ട്രിഗേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻട്രപ്റ്റ് വന്നിട്ട് ആ ഇൻട്രപ്റ്റ് കുറച്ച് നേരത്തോളം ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ് ഹൈയിലോ ലോയിലോ. അപ്പോൾ ആ ലെവൽ ഹൈയിൽ നിൽക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ലോയിൽ നിൽക്കുകയാണെങ്കിലും ആ ലെവലിനെ വെച്ചിട്ട് ഇൻട്രപ്റ്റ് സെൻസ് ചെയ്യുന്നതിനാണ് ലെവൽ ട്രിഗേർഡ് ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. ഇനി സിസ്റ്റം ക്ലോക്ക്. നമുക്കറിയാം 8086ന് ക്ലോക്ക് ആവശ്യമുണ്ട്. ഈ 8086 നേരത്തെ മിനിമം മോഡ് മാക്സിമം മോഡിലും കണ്ട പോലെ 8086ന് വേണ്ട ക്ലോക്ക് കൊടുക്കുന്നത് എവിടെ നിന്നാണ്? സിസ്റ്റം ക്ലോക്കിൽ നിന്നാണ്. സിസ്റ്റം ക്ലോക്ക് കൊടുക്കാനായിട്ട് നമുക്ക് എക്സ്റ്റേണലായിട്ട് 8284 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു IC ഉണ്ട്, ക്ലോക്ക് ജനറേറ്റർ. ഈ ക്ലോക്ക് നമ്മൾ 8086ന് 3 ഫ്രീക്വൻസീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. 5 MHz, 8 MHz, 10 MHz. ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഹൈയും ലോവും ആയിട്ട് മാറി മാറി വരുന്ന ഒരു സിഗ്നലിനെയാണ് ക്ലോക്ക് എന്ന് പറയുന്നത്. ഇനി ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സെക്കൻഡിൽ എത്ര ക്ലോക്ക് വേവ്സ് ഉണ്ടാവും എന്നുള്ളതാണ് ഒരു ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ദ ഫ്രീക്വൻസി ഓഫ് ദ ക്ലോക്ക് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഹൗ മെനി സൈക്കിൾസ് പെർ ക്ലോക്ക്. അപ്പോൾ എത്ര സൈക്കിൾസ് ഉണ്ട് ഒരു ക്ലോക്ക് സിഗ്നലിൽ, എത്ര സൈക്കിൾസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, എത്ര സൈക്കിൾസ് ഉണ്ട് ഒരു ക്ലോക്കിൻ്റെ സിഗ്നൽ നോക്കിയിട്ട് ഒരു പെർ സെക്കൻഡിൽ എത്ര ക്ലോക്ക് പോകുന്നുണ്ട്. ഓക്കെ, അതാണ് ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അത് ജിഗാബൈറ്റിലായിരിക്കാം, മെഗാബൈറ്റിലായിരിക്കാം, അല്ലെങ്കിൽ കിലോബൈറ്റിലായിരിക്കും. ഇനി ബസ് സൈക്കിൾ അല്ലെങ്കിൽ മെഷീൻ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ടേംസ് ഉണ്ട്. ബസ് സൈക്കിൾ അല്ലെങ്കിൽ മെഷീൻ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ടൈം റിക്വയർഡ് ടു മേക്ക് എ സിംഗിൾ റീഡ് ഓർ റൈറ്റ് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ദ CPU ആൻഡ് എക്സ്റ്റേണൽ ഡിവൈസ്. ഒരു CPUവും ഒരു എക്സ്റ്റേണൽ ഡിവൈസും തമ്മിൽ ഒരു സിംഗിൾ റീഡോ റൈറ്റോ ചെയ്യാനായിട്ട് റിക്വയർ ചെയ്യുന്ന ആവശ്യമുള്ള ടൈമിനെയാണ് ബസ് സൈക്കിൾ അല്ലെങ്കിൽ മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഏതൊക്കെ പ്രോസസ്സ്? റീഡ് ഓർ റൈറ്റ് ചെയ്യുന്നത് നമ്മൾ മെമ്മറിയിൽ നിന്നും ചെയ്യും, ഇൻപുട്ട് ഔട്ട്പുട്ട് നിന്നും ചെയ്യും അല്ലേ. അപ്പോൾ മെമ്മറി റീഡ് അല്ലെങ്കിൽ മെമ്മറി റൈറ്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ്, ഇങ്ങനെ നാല് ഫങ്ഷൻസ് ചെയ്യാനുണ്ട് അതിന്.
ഇത് ഓരോന്നിനും എത്ര ടൈം എടുക്കും എന്നുള്ളതാണ് ഓരോ ബസ് സൈക്കിൾ. ബസ് സൈക്കിൾ സാധാരണ 4 ക്ലോക്ക് പൾസാണ് യൂസ് ചെയ്യുന്നത്. T1, T2, T3, T4. ഒരു ബസ് സൈക്കിൾ 8086ൻ്റെ ബസ് സൈക്കിളിൽ 4 ക്ലോക്ക് പീരീഡ് ഉണ്ട്. T1, T2, T3, T4. ഇനി ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എത്ര മെഷീൻ സൈക്കിൾ അല്ലെങ്കിൽ എത്ര ബസ് സൈക്കിൾ വേണം ഒരു ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, അതിനെയാണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓരോ ഇൻസ്ട്രക്ഷനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഇൻസ്ട്രക്ഷൻ ചെറിയ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. അത് ഫെച്ച് ചെയ്തു, റീഡ് ചെയ്തു, അത് കഴിഞ്ഞ് ഔട്ട്പുട്ട് ചെയ്തു, കഴിഞ്ഞു. ചിലത് ഫെച്ച് ചെയ്തു, റീഡ് ചെയ്തു, അത് കഴിഞ്ഞ് കുറച്ച് നേരം ഹോൾഡ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ഓപ്പറേഷൻ ചെയ്യണം, പിന്നെ ഇത് ചെയ്യണം. അപ്പം ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പറേഷനും ചെയ്യേണ്ടാത്ത ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷൻ വൈസും ഈ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ വേരി ചെയ്യും. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ T1, T2, T3, T4 ആണ് മെഷീൻ സൈക്കിൾ. ഒരു മെഷീൻ സൈക്കിൾ, അതായത് ഫെച്ചിന് യൂസ് ചെയ്തിട്ടുള്ള മെഷീൻ സൈക്കിളാണത്. അടുത്ത എക്സിക്യൂഷന് വേണ്ടിയിട്ടുള്ള മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നതാണ് അടുത്തത് T5, T6, T7. ഓക്കെ, ഇത് രണ്ടിനും കൂടിയിട്ട് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത് ഫെച്ചും എക്സിക്യൂഷനും രണ്ടും കൂടെ ചെയ്യാനായിട്ട് ആ ഇൻസ്ട്രക്ഷൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട സൈക്കിളിനെയാണ് നമ്മൾ പറയുന്നത് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ. ഇനി അസംബ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അസംബ്ലർ നമുക്കറിയാം 8086 zeros and ones ആണ് യൂസ് ചെയ്യുന്നത്. zeros and ones മാത്രം യൂസ് ചെയ്തിട്ടാണ് 8086 ഒരു പ്രോസസ്സർ. നമുക്കറിയാം കമ്പ്യൂട്ടർ തന്നെ വർക്ക് ചെയ്യുന്നത് മെഷീൻ ലാംഗ്വേജിലാണ്. പക്ഷേ നമുക്കൊരു പ്രോഗ്രാം മെഷീൻ ലാംഗ്വേജിൽ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അതിൻ്റെ നെക്സ്റ്റ് മെഷീൻ ലാംഗ്വേജിൻ്റെ തൊട്ട് മുകളിലുള്ളതാണ് ഈ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അത് ലോ ലെവൽ ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. ഈ അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ ന്യൂമോണിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. zeros and onesന് പകരം ന്യൂമോണിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷോർട്ടായിട്ടുള്ള കോഡ്സ് ലൈക്ക് ആഡ്, സബ്, ഡിവിഷനാണെങ്കിൽ div, ജമ്പ് ആണെങ്കിൽ JMP, മൂവ് ആണെങ്കിൽ MOV, അങ്ങനത്തെ ന്യൂമോണിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ആണ് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം. ഓക്കെ, ഈ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഒരു അസംബ്ലർ. അസംബ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിനെ ഒരു മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് അസംബ്ലർ. പിന്നെ DMA എന്ന് പറഞ്ഞിട്ടൊരു ടേം, DMA ഡയറക്റ്റ് മെമ്മറി ആക്സസ്. അപ്പോൾ നമുക്കറിയാം മൈക്രോ പ്രോസസ്സറിൻ്റെ പുറത്താണ് മെമ്മറി ഉള്ളത്. അപ്പോൾ മൈക്രോ പ്രോസസ്സർ ഒരു CPU യുടെ അകത്താണ് അല്ലേ. അപ്പോൾ ചില സിസ്റ്റംസ് ചില പ്രോസസ്സ് ചെയ്യാനായിട്ട് എല്ലാ പ്രാവശ്യം പ്രോസസ്സറിനകത്ത് പോയിട്ട് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ചില ഫങ്ഷൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് മെമ്മറീനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫീച്ചറാണ് ഈ ഡയറക്റ്റ് മെമ്മറി ആക്സസ്. Okay, it is a feature of modern computer system that allows a certain hardware system to read or write data to or from the memory without microprocessor intervention, allowing the processor to do other work. അപ്പോൾ മെമ്മറിയും അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ടും തമ്മിലുള്ള വർക്കിൻ്റെ ഇടയിൽ മൈക്രോ പ്രോസസ്സറിനെ ഇൻവോൾവ് ചെയ്യിക്കേണ്ട ആവശ്യമില്ലാത്ത വർക്കുകളൊക്കെ അവർ നമ്മൾ നേരിട്ട് ചെയ്യും. അപ്പോൾ അത് ചെയ്യുന്ന പ്രോസസ്സാണ് DMA. അത് ചെയ്യാനായിട്ട് ഒരു DMA കൺട്രോളർ ഉണ്ട്. DMA കൺട്രോളറാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് എക്സ്റ്റേണൽ ഡിവൈസ് മെമ്മറി ആയിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം മൈക്രോ പ്രോസസ്സർ, മെമ്മറി, DMA കൺട്രോളർ എല്ലാം ഒരൊറ്റ സിസ്റ്റം ബസ്സിലാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഡയറക്റ്റായിട്ട് മെമ്മറീനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫീച്ചറിനെയാണ് ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം മൈക്രോ പ്രോസസ്സർ റിലേറ്റഡ് ആയിട്ട് 8086 റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻ ആയിട്ട് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ പഠിച്ചത്. ഈ ഒരു യൂണിറ്റ് ഏകദേശം ഇവിടെ വെച്ച് തീരുകയാണ്. ചെറിയ ചെറിയ ടെർമിനോളജീസാണ് ഇപ്പോൾ ഈ ലാസ്റ്റ് ക്ലാസ്സുകളിൽ കാണിച്ചത്. ഇനി അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം എന്നല്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട്. ഫീച്ചേഴ്സ് ഓഫ് 8086 എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. BIU EU ഓഫ് 8086 വിത്ത് നീഡ് ഡയഗ്രാം അങ്ങനെ ചോദിക്കുന്നുണ്ട്. എസ്സേ ചോദിക്കുന്നതാണ്. എക്സ്പ്ലെയിൻ BIU ആൻഡ് EU. BIU EUം എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആർക്കിടെക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അത് ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാം. ഇനി അല്ലെങ്കിൽ ഇൻറ്റേർണൽ ആർക്കിടെക്ചർ ഓഫ് 8086 വിത്ത് ബ്ലോക്ക് ഡയഗ്രാംസ് ചോദിക്കുന്നത്. അപ്പോൾ നീഡ് ഡയഗ്രാമും ഈ ബ്ലോക്ക് ഡയഗ്രാം ഇത് രണ്ടും ഒരേ സെയിം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എക്സ്പ്ലെയിൻ BIU ആൻഡ് EU വിത്ത് നീഡ് ഡയഗ്രാം എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് സെയിം ആണ്.
ഫ്ലാഗ് രജിസ്റ്റേഴ്സ് എന്താണെന്ന് ചോദിക്കും, ഓരോ ഫ്ലാഗുകൾ എത്രയാണെന്ന് എന്തൊക്കെയാണ് ഒരു ഫ്ലാഗ് ചെയ്യുന്ന ഫങ്ഷൻസും കാര്യങ്ങളും ചോദിക്കും. രജിസ്റ്റർ ഓർഗനൈസേഷൻ ഓഫ് 8086 എന്ന് പറഞ്ഞിട്ട്. അപ്പം രജിസ്റ്റർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കിൽ കാണിച്ചിരുന്നു. അതിൻ്റേതായ ബ്ലോക്സ് രജിസ്റ്റേഴ്സ് മാത്രം എടുത്തിട്ട് ഒരു ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ മിനിമം മോഡ് കോൺഫിഗറേഷൻ, മാക്സിമം മോഡ് കോൺഫിഗറേഷൻ, ഇതൊക്കെ SCSൽ സബ്ബായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ആ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കണം കേട്ടോ. ഇനി ഹൗ ഇസ് 20-bit അഡ്രസ് ജനറേറ്റഡ് ഇൻ 8086? ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മെമ്മറി സെഗ്മെൻറ്റേഷനെ കുറിച്ചാണ് എഴുതേണ്ടത്. മെമ്മറി സെഗ്മെൻറ്റേഷനിലാണ് ഈ 20-bit അഡ്രസ്സിനെ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ബേസ് അഡ്രസ്സ് പ്ലസ് ഓഫ്സെറ്റ് അഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ? അതാണ് ഈ പറയുന്ന ഈ 20-bit അഡ്രസ് ജനറേഷൻ എന്ന് പറയുന്നത്. അത് തന്നെയാണ് വീണ്ടും ചോദിച്ചിട്ടുള്ളത്. മെമ്മറി സെഗ്മെൻറ്റേഷൻ ഇൻ 8086 എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഇനി ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്താണ്? സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സിൻ്റെ ഫങ്ഷൻസ്. ഇനി ALE എന്താണ്? ഇതൊക്കെ പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെയാണ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് മെയിനായിട്ട്. പിന്നെ പിൻ ഡയഗ്രാം ചോദിക്കും, മെമ്മറി സെഗ്മെൻറ്റേഷൻ, അതുപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ മിനിമം ആൻഡ് മാക്സിമം മോഡ്, ഇങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ യൂണിറ്റ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് യൂണിറ്റ് നമുക്ക് കാണാം. താങ്ക് യു.